2016 അഴീക്കോട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ KM ഷാജിക്ക് കേരള ഹൈക്കോടതി വിധിച്ച അയോഗ്യത അധികാര പരിധി മറികടന്നുകൊണ്ടുള്ള ഉത്തരവാണ് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ BV നാഗരത്നയും ഉജ്വൽ ഭുയാനും അടങ്ങുന്ന ബെഞ്ചാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതോടെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിന് KM ഷാജിക്ക് അയോഗ്യത ഉണ്ടായിരിക്കില്ല. അതായത് അദ്ദേഹത്തിന് ഏത് തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിലും ഇനി മത്സരിക്കാവുന്നതാണ്. അതുകൊണ്ട് വല്ലാതെ ആളെയും തരവും നോക്കി കളിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ പിണറായി വിജയനോട് കളിക്കുക, അതെ കുറച്ചുകൂടെ നീയൊക്കെ കണ്ടുരുട്ടി നോക്കുമ്പോ മൂത്രമൊടിച്ചു പോകുന്ന പാർട്ടി സഖാക്കളും നോക്ക് കൂടിക്കാരുള്ളൂ. ഇത് ജനുസ് വേറെയാണോ? ഇത് ജനുസ് വേറെയാണ്. എനിക്കറിയാം എന്തിന്റെ പേരില് ഞാൻ കണ്ണൂരിൽ നിന്ന് CPMന്റെ കോട്ടയിൽ നിന്ന് ജയിച്ചതിന്റെ പേരിൽ മാത്രം, നിങ്ങളുടെ മുഖത്ത് നോക്കി നേര് പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഏകദേശം 10-60 ലക്ഷം രൂപ എനിക്ക് ഇങ്ങോട്ട് തരണം ഗവൺമെന്റ്. ഇപ്പോഴും കേസാണ്, കേസിൽ കുടുക്കി വെച്ചതാണ്. ഞാൻ ഒരുപക്ഷെ എന്നെ കുടുക്കാൻ കാരണങ്ങളുണ്ട്. കാരണം ഞാനൊരു തെറിച്ച രീതിയാണ്, പലതും വിളിച്ചു പറയും, മോത്തോക്കി പറയും. അതുകൊണ്ട് എന്നെ കേസ് കുടുക്കിക്കോ. പക്ഷെ എന്റെ ഭാര്യ എന്തിനാണ്? അവർക്ക് എന്തറിയാം രാഷ്ട്രീയത്തെ കുറിച്ച്? രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി വൈകുന്നേരം മന്ദിയാമങ്ങളിൽ വരുന്ന എന്നെ കുറിച്ചല്ലാതെ അവർക്ക് എന്തറിയാം? അവരെ കൊണ്ടുപോയി കോഴിക്കോട് നിങ്ങൾ ചോദ്യം ചെയ്തത് രാവിലെ 7 മണി മുതൽ രാത്രി 12 മണി വരെയാണ്. ഇതൊന്നും മനസ്സില് ഓർക്കാതെ നിൽക്കുന്നില്ല CPMകാരാ. എഴുതി കുറിച്ചു വെച്ചിട്ടുണ്ട് ചോരയില്. ഓർത്തു വെച്ചോ നിങ്ങൾ. ഒരു തെറ്റും ചെയ്യാത്ത, പക്ഷെ ഞാൻ എനിക്കുന്ന അഭിമാനം കൊണ്ടോ കോടതിയിൽ പോയിട്ട് മോങ്ങിക്കരയുന്ന വീണയുടെ വക്കീലല്ല ഞാനെന്ന് പറയുന്നത്. ഓർത്തോ നീ? അറസ്റ്റിന് ഭയമുണ്ടത്രേ, അറസ്റ്റിന്. പക്ഷെ ഇന്നുവരെ ഒരു വാക്ക് ഞാൻ കോടതിയിൽ എന്റെ വക്കീലിനെ കൊണ്ട് പറയിപ്പിച്ചിട്ടില്ല. ഒരു മുൻകൂർ ജാമ്യത്തിൽ ഞാൻ പോയി നിന്നിട്ടില്ല. എന്റെ കേസ് നിങ്ങൾ അന്വേഷിക്കരുത് എന്ന് ഒരു അന്വേഷണ ഏജൻസിക്കെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടില്ല. വരട്ടെ എല്ലാരും എന്ന് പറഞ്ഞു. കാര്യം എന്താ അറിയോ? പിണറായി വിജയ മടിയിൽ കനല്ല, കട്ടുകൂട്ടിട്ടില്ല. മനസ്സിലായോ? ഈ മനുഷ്യരുടെ പണം എടുത്തിട്ട് കുടുംബം പോറ്റിയിട്ടില്ല. ഏതെങ്കിലും ഒരു ഇരുട്ടിന്റെ മറവിൽ ഈ പച്ചപ്പതാകയുടെ ആദർശം അടിയറ വച്ചു എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ അന്ന് ഷാജി മരിച്ചിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു.